ഞാൻ വരാം ആഷിക്കിലേക്ക്. ഇപ്പോൾ RB സനൂപ് കൂടി. സനൂപ്, പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എല്ലാവരുടെയും മൃതദേഹം ഇപ്പോൾ അവിടെ എത്തിയോ മെഡിക്കൽ കോളേജിൽ? നിഷാദ്, മൃതദേഹങ്ങൾ ഓരോന്നായിട്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യം കൊണ്ടുവന്നത് ബന്ധുവിന്റെ മൃതദേഹമാണ്. അതിനുശേഷമാണ് പെൺ സുഹൃത്തിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചത്. മൂന്നാമതായിട്ടാണ് ബന്ധുവിന്റെ മൃതദേഹം എത്തിച്ചത്. നാലാമതായിട്ട് അച്ഛന്റെ അമ്മ സൽമാ ബീവിയുടെ മൃതദേഹവും മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ഓരോരുത്തരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഇനി എത്താനുള്ളത് ഈ സഹോദരൻ അഫ്സാന്റെ മൃതദേഹം മാത്രമാണ്. അതും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉടനടി എത്തിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രതിയായ അഫാന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. കൃത്യമായിട്ട് എന്താണ് ഈ ഒരു കൊലപാതകം നടത്തിയതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. കാരണം ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള മൊഴിയൊന്നും തന്നെ പോലീസ് വിശ്വസിച്ചിട്ടില്ല. അച്ഛന്റെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയെന്നുള്ള ഒരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. പക്ഷേ അത് പോലീസ് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് വിശദമായിട്ടുള്ള മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തുന്നത്. വിഷം കഴിച്ചത് കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ അഫാനെ പ്രവേശിപ്പിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അഫാന്റെ ആരോഗ്യനിലയിൽ തൃപ്തികരമുണ്ട്. മാനസിക നിലയും പൂർണ്ണമായിട്ടും തൃപ്തിയുള്ളതാണ് എന്നാണ് ഡോക്ടർമാരും പോലീസും അറിയിച്ചിട്ടുള്ളത്. ഡോക്ടർമാരുടെ കൂടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നത്. പോലീസിന്റെ ഒരു നിഗമന പ്രകാരം ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊലകൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ പ്രതി ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് മദ്യപിക്കുന്നുണ്ട്, പക്ഷേ മറ്റ് ലഹരി വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു മെഡിക്കൽ ബോർഡ് കൂടി രൂപീകരിച്ച് ഈ പ്രതിയുടെ ചികിത്സ തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. കാരണം എലിവിഷമാണ് കഴിച്ചത് കൊണ്ട് തന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ഒരു എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. നിലവിലിപ്പോൾ ആരോഗ്യകരമായിട്ട് ഇരിക്കുന്നെങ്കിൽ പോലും ഒരുപക്ഷെ നാളെയൊക്കെ ഈ സ്ഥിതി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഈ പൂർണ്ണമായിട്ടും ഈ ചികിത്സയോട് അഫാൻ സഹകരിക്കുന്നില്ല. ഈ വയറ് കഴുകിയുള്ള ചികിത്സയായിട്ടൊന്നും ഇതുവരെയായിട്ടും സഹകരിച്ചിട്ടില്ല. മാത്രമല്ല കയ്യിലിട്ടിരിക്കുന്ന ഡ്രിപ്പ് അതൊക്കെ വലിച്ചു ഊരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ മാനസിക നില പൂർണ്ണമായിട്ടും തൃപ്തികരമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഒന്നുകൂടി സൈക്കാട്രിയും മെഡിസിൻ ഡോക്ടറും അടക്കമുള്ളവർ വിശദമായിട്ട് പരിശോധിക്കും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് കൂടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ആ ഒരു അന്വേഷണമായിട്ട് കാര്യമായിട്ട് പോകുന്നുണ്ട്. കാരണം അതിന്റെ ഈ ഒരു കാരണം കണ്ടെത്താൻ വേണ്ട തീവ്രമായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ സാമ്പത്തികമായിട്ട് ഈ പ്രതിയായ അഫാനും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അടിയന്തരമായിട്ട് പണം കണ്ടെത്തേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അച്ഛന്റെ അമ്മയായ സൽമാ ബീവിയുടെ അടുത്ത് പോയി 4 പവന്റെ മാലയൊക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ ആദ്യം 2 ദിവസം മുമ്പ് ചെന്നപ്പോൾ അത് നൽകാൻ തയ്യാറായില്ല. തുടർന്നാണ് ഇന്നലെ വീണ്ടും അവിടെ എത്തിയത്. അപ്പോഴും ഇതിനു മുമ്പ് രാവിലെ അമ്മയുമായിട്ടൊക്കെ തർക്കമുണ്ടാവുകയും അമ്മയെ പൊത്തി തലക്കടിച്ച് മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് സൽമാ ബീവിയെ അവിടെ പോയി മാല ചോദിക്കുകയും കൊടുക്കാത്തതുകൊണ്ട് തന്നെ സൽമാ ബീവിയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. പിന്നാലെയാണ് തിരിച്ച് ലത്തീഫിന്റെയും വീട്ടിൽ വരുന്നത്. ലത്തീഫിന്റെ കയ്യിൽ ആ മാല ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ലത്തീഫിനെ ആക്രമിക്കുന്നതും ലത്തീഫിനെ കൊലപ്പെടുത്തുന്നതും. അതിനുശേഷം ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ ബീവിയെയും ഈ പറയുന്ന പോലെ ക്രൂരമായിട്ട് കൊല്ലുകയും ചെയ്തത്. അതിനുശേഷം പ്രതി പോയത് പെൺസുഹൃത്തിനെ വിളിച്ചുകൊണ്ട് വരാനായിരുന്നു. വീട്ടിൽ പോയ പെൺസുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് വന്ന് ആ പെൺസുഹൃത്തിനെയും തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ടാണ് ആ 9ാം ക്ലാസ്സുകാരൻ സ്വന്തം അനുജനെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ. എന്തായാലും അതിന്റെ ചുരുളഴിക്കാൻ വേണ്ട തീവ്രമായിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനും തന്നെ മോർച്ചറിയിൽ ആരംഭിക്കും. ഇനി ഏറ്റവും ഇളയ അനിയനായിട്ടുള്ള അഹ്സാന്റെ മൃതദേഹം മാത്രമാണ് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ളത്. ശരി, ആഷിക്ക് തുടരുന്നുണ്ടതിനോടൊപ്പം. ആഷിക്ക്, ഇത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഈ മാനസികാവസ്ഥ തെറ്റിപ്പോയ ഒരാൾ തിരഞ്ഞെടുത്ത ഒരു ആക്രമണ മാർഗം എന്ന നിലയ്ക്കാണോ, അതോ ഇതിന് സ്പെസിഫിക് ആയ ചില റീസൺസ് ഇപ്പോഴുണ്ട് എന്നാണോ? പോലീസ് എവിടെയാണ് ഊന്നുന്നത്?
നിഷാദ്, പോലീസിന്റെ അന്വേഷണം ആ ദിശയിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഥവാ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം വഴിവെച്ചത് എന്ന അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി ഒരു പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അഫാൻ ഉണ്ടായിരുന്നത്, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള ഒരു അന്വേഷണം നാട്ടിൽ പോലീസ് നടത്തുന്നുണ്ട്. അടിയന്തരമായി വലിയ തുക ആവശ്യം വരുന്ന രീതിയിലോട്ട് അഫാന്റെ സാഹചര്യം മാറിയത് എങ്ങനെ എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിൽ അടിയന്തരമായി വലിയൊരു തുക ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വിവിധ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പണയം വെക്കാൻ ആവശ്യപ്പെടുന്നതുമൊക്കെ. ഈ പറയുന്ന സൽമാ ബീവിയുടെ കയ്യിൽ നിന്ന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മോതിരം വാങ്ങിക്കൊണ്ടുപോയി പണയപ്പെടുത്തി എന്നാണ് പറയുന്നത്. പെൺ സുഹൃത്തായ ഫർസാനയുടെ ബ്രേസ്ലെറ്റും ഇതുപോലെ തന്നെ പണയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ ഇതിനു മുമ്പും പല സാമ്പത്തിക ഇടപാടുകളും വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകളും 23-കാരനായ അഫാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഫാൻ വ്യക്തിപരമായി അനുഭവപ്പെട്ടു എന്നുള്ളത് പോലീസ് പ്രാഥമികമായി ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് സാധൂരിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് അഫാനുമായി കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിന്റെ ഒരു വശം. മറ്റേ വശം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സ്ഥിരം ലഹരിയുടെ ഉപഭോക്താവാണോ ഇയാൾ, അല്ലെങ്കിൽ പണം ആവശ്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന നിഗമനം പോലീസ് നടത്തുന്നത്. അതേസമയം ക്രൈം സീനുകളെ കേന്ദ്രീകരിച്ചുള്ള ഏത് രീതി 12-യുടെ മാതാവിനെ ആക്രമിച്ച ശേഷം പാങ്ങോടുള്ള സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ലത്തീഫിന്റെ വീട്ടിൽ പോയി ലത്തീഫിനെയും ഭാര്യയും കൊല ചെയ്യുന്നു. പിന്നീട് ഫർസാനയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് പെരിങ്ങോട്ടെ വീട്ടിൽ പേരുമലയിലെ വീട്ടിൽ കൊണ്ടുവന്ന് കൊല ചെയ്യുന്നു. പിന്നീട് വീട്ടിലെത്തിയ അനുജനെ കൊല ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ടൊരു സമയക്രമം രാവിലെ 12:30-ക്കും വൈകിട്ട് 6 മണിക്കും ഇടയിലുള്ള ഈ കൊലപാതകങ്ങൾ എന്നുള്ള സമയക്രമം ഏതാണ്ട് നമ്മൾ ഗണിച്ച് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായ സമയക്രമം അടക്കം പുറത്തു വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം, റിപ്പോർട്ട് പുറത്തു വരണം. അതിന് മുന്നോടിയായി ആദ്യഘട്ട വിവരശേഖരണം എന്ന നിലയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുള്ളത്. ഇന്ന് പകൽ വരെയും മൃതദേഹങ്ങൾ എസ് എൻ പുരത്തുള്ള ലത്തീഫിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ പകൽ വരെ അവിടെ തന്നെയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ അവിടെ മൃതദേഹം വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധപ്പെട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നതുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ പേരുമലയിലെ അഫാന്റെ സ്വന്തം വീട്ടിലും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എത്തി പരിശോധന നടത്തുന്നു. ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നു. ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് എന്താണ് വീടിനുള്ളിൽ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുമാനങ്ങൾ രൂപപ്പെടുത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും വിശദമായ ഒരു കൃത്യമായ മേൽനോട്ടം അന്വേഷണത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന സന്ദർശനം സൂചിപ്പിക്കുന്നത്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ തന്നെ നേരിട്ടെത്തി അന്വേഷണം വിശദീകരിക്കാനും വിലയിരുത്താനുമായി നേരിട്ടെത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കൂടാതെ റൂറൽ SP സുദർശൻ KSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമുണ്ട്. അന്വേഷണത്തിന്റെ കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആറ്റിങ്ങൽ DYSP ആണ്. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധയിടങ്ങളിൽ അന്വേഷണം നടത്തുന്നത്. വിവിധ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന കിട്ടേണ്ടത് ഇനിയിപ്പോൾ എന്തിനാണിത് ഇയാൾ ഈ കുറ്റകൃത്യം നടപ്പിലാക്കിയത്, അതിന് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവോ, ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നോ, എന്തെങ്കിലും പ്രത്യേക പ്രശ്നത്തെ ചൊല്ലിയുള്ള തർക്കമുണ്ടായിരുന്നോ, ഇനിയിപ്പോൾ സാമ്പത്തിക പ്രയാസമായിരുന്നോ, ഇതിലൊരു പക്ഷേ കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള സൂചന നൽകാൻ കഴിയുക ഇപ്പോഴും ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി അഫാന്റെ അമ്മ ഷമീൽ നിന്നാണ്. പക്ഷേ അവർക്ക് ഇപ്പോഴും പൂർണ്ണമായ ഓർമ്മ വീണ്ടെടുക്കാൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അവർക്ക് ബോധം വന്നുവെങ്കിലും